ഒരു ദൈവ പൈതലായ സ്ത്രീയോട് ഒരു എസ്തേറാകുക. സത്യത്തിനു വേണ്ടി നിലകൊള്ളാനും നിങ്ങളുടെ അഭിപ്രായം പറയാനും മറ്റുള്ളവരുടെ നന്മയ്ക്കായി പോരാടാനും ധൈര്യവുമുള്ള ഒരു എസ്തേറാകുക. സ്വയം ത്യാഗം ചെയ്യേണ്ടി വരുമ്പോൾ പോലും ദൈവം നിങ്ങളെ ഒരു സ്ഥാനത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരു ഉദ്ദേശ്യത്തിനു വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുക. ഒരു രൂത്ത് ആയിരിക്കുക. നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളിലും വിശ്വസ്തയായിരിക്കുക. അധിക ദൂരം നടക്കേണ്ടി വന്നാലും കാര്യങ്ങൾ കഠിനമാകുമ്പോൾ ഉപേക്ഷിക്കരുത്. ഒരു മറിയ ആയിരിക്കുക. താഴ്മയുള്ളവളും വിധേയത്വമുള്ളവളും ആയിരിക്കുക. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ നിങ്ങൾ വലിയവനായിരിക്കണമെന്നില്ല, നിങ്ങൾ അനുസരിക്കുന്നവളാകുക. ഒരു ലുദിയ ആകുക. നിങ്ങളുടെ വീടുകൾ തുറന്നിരിക്കട്ടെ, നിങ്ങളുടെ കൈകൾ ഉദാരമായിരിക്കട്ടെ, ആവശ്യമുള്ള ആരെയും സഹായിക്കാൻ നിങ്ങളുടെ ഹൃദയങ്ങൾ വലുതായിരിക്കട്ടെ. പങ്കിടുമ്പോൾ സന്തോഷം ഏറ്റവും വലുതാണ്. ഒരു ഹന്ന ആയിരിക്കുക. ഒരിക്കലും പ്രാർത്ഥിക്കുന്നത് നിർത്തരുത്. അതൊരിക്കലും നിഷ്ഫലമാകില്ല. ഒരു റിബെക്ക ആകുക. യഥാർത്ഥ സൗന്ദര്യം ഉള്ളിൽ ഉണ്ടെന്ന് ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ ക്രിസ്തുസമാനമായ സ്വഭാവത്തിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും ദൈവത്തോട് അടുപ്പിക്കുക. ഒരു എലിസബത്ത് ആയിരിക്കുക. ദൈവത്തിന് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഒരിക്കലും സംശയിക്കരുത്. പൂർണ്ണമായി അവനിൽ വിശ്വസിക്കുക. ഒരു അബിഗയിൽ ആയിരിക്കുക. ഓരോ തീരുമാനവും നിങ്ങളുടെ ജീവിതത്തെ നല്ലതോ ചീത്തയോ ആയി എങ്ങനെ മാറ്റിമറിക്കുമെന്ന് ഓർമ്മിക്കുക. ബുദ്ധിമതിയായിരിക്കുക. അവസാനമായി ഒരു സാറ ആയിരിക്കുക. പ്രായം ഒരു പ്രശ്നമല്ല, ദൈവത്തിന്റെ സമയത്തിനനുസൃതമായി സകലവും സാധ്യമാണെന്ന് വിശ്വസിക്കുക.